ഇതെന്തു അടിയത്? ചൂടില്ലല്ലോ ഇതിന്. എന്താ അമ്മ ഈ കാണിച്ചേ? അമ്മ എന്താ ഈ കാണിക്കുന്നേ? ചൂട് ചായ എടുത്താണോ മൂത്തൊഴിക്കുന്നേ? ചൂടില്ല. കൊണ്ടുവന്ന് തന്നവളോട് തന്നെ ചോദിച്ചു നോക്ക്. ഉണ്ടോടി? തോലോലിച്ച് നെറുകം തലയിൽ തന്നെ കൊത്തിയിട്ടും മതിയായിട്ടില്ല. വല്ലാതെ പൊള്ളിയോ മോളെ? ഇല്ലച്ചാ, മുത്തശ്ശി പറഞ്ഞ ശരിയാ. ചൂടില്ലായിരുന്നു. എന്റെ തെറ്റാ. നിന്റെ തെറ്റൊന്നുമല്ല, എല്ലാം മുത്തശ്ശിയുടെ വാശിയാ. പോകാൻ ഇറങ്ങിയതാ മോള്. ശരി മോളെ, ഇനിയിപ്പോ ഇതൊരു മനസ്താപത്തിന് കാരണമാവില്ല. ചെന്ന് ഡ്രസ്സ് മാറി വേഗം പോകാൻ നോക്ക്. ശരി അച്ഛാ. മോളെ, ലക്ഷ്യങ്ങൾക്കായി മുന്നോട്ട് സഞ്ചരിക്കുന്നവരുടെ മുന്നിൽ എപ്പോഴും ചില വിഘ്നങ്ങളുണ്ടാവും. അതിൽ തളർന്നിരുന്നാൽ അതോടെ എല്ലാം തീരും. അതല്ല, അതിനെയെല്ലാം തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ അയാൾ ആർക്കും തടയാനും പറ്റില്ല. മുറിച്ചല്ല. അമ്മ കടുത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് ഒരു പേടിയുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, കൂടെ നിൽക്കുക. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഒരു പേരക്കുട്ടി അത് പ്രിയങ്കയാണ്. പ്രിയങ്കയുടെ സ്ഥാനം രാധിക എടുക്കൂന്നൊരു തോന്നൽ അമ്മയ്ക്കതൊരു നിസ്സാര കാര്യമല്ല. നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. പ്രിയങ്കയ്ക്ക് പകരം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുണ്ടാവും. മുത്തശ്ശി ഇതൊക്കെ കാണിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ മാറി നിൽക്കാൻ എനിക്ക് പറ്റില്ല. എപ്പോഴാണ് ഇതൊക്കെ അവർ തിരിച്ചറിയുന്നത്? അയ്യോ, കൽപ്പനെ, മുകളിലെ കോണിപ്പൊടിയൊക്കെ തുടച്ചായിരുന്നു നീ? ഞാൻ തുടച്ചതാണല്ലോ. അവിടെ 1-2 സ്റ്റെപ്പുകളില് കറ പോലെ എന്തോ കണ്ടു. ശരിയെനിക്ക് അതൊന്ന് തുടയ്ക്കാറുന്നില്ലേ? ഞാൻ എങ്ങനെ തുടയ്ക്കും? ഞാൻ ഇന്നലെ തുടച്ചാ നിന്നെ സഹായിക്കുന്ന പോലെ ആവില്ലേ? പിന്നെ ഇന്ന് വീട് വൃത്തിയാക്കുന്ന ജോലി മുഴുവൻ നീ തനിച്ച് ചെയ്യണമെന്നല്ലേ? അതുകൊണ്ടാ ചെയ്യാതിരുന്നേ. ശരി, ഞാൻ ഇതൊന്ന് തീർത്തിട്ട് അത് പോയി ചെയ്തോളാം. പിന്നെ ജോലി നന്നായൊന്നറിയാൻ എല്ലാ ബുക്കും മൂലം പരിശോധിക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കൽപ്പനയുടെ ജോലി ആയതുകൊണ്ട്. ആ കർട്ടന്റെ അലമാരയുടെ പുറകിലൊക്കെ മാറാലുണ്ടാവും. അതൊക്കെ നോക്കി അങ്ങ് തട്ടിക്കോണം. അതുപോലെ എല്ലാ മുറിയിലും ചെറുതായിട്ട് ചപ്പും ചവറൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ചെയ്യാൻ ചെറിയമ്മേ. പിന്നെ എന്റെ മുറിക്ക് പുറത്ത് ഞാൻ ഉപയോഗിക്കാത്ത 4-5 ചെരുപ്പുകൾ കിടപ്പുണ്ട്. അതിലിനി എന്തേലും പൊടി കണ്ട എന്തേലും പറയുമെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ അതും കൂടി ഒന്ന് വൃത്തിയാക്കി വെച്ചോ. ആഹാ, അത് ശരി. മത്സരത്തിന്റെ പേരും പറഞ്ഞ് എന്റെ ഭാര്യയെ കൊണ്ട് സ്വന്തം ചെരുപ്പ് തുടപ്പിക്കാനാണ് ചെറിയമ്മയുടെ ശ്രമം അല്ലേ? അപ്പോ കൽപ്പനയ്ക്ക് വീട്ടുജോലികൾ ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം ചെയ്യാഞ്ഞിട്ടാ അല്ലേ? ഇങ്ങനെ ഒരു അവസരം ഇതിനു മുമ്പ് വന്നില്ല, ചെയ്തില്ല, അത്രേ ഉള്ളൂ. ആർത്തി പിടിച്ച ആളുകളുടെ മനസ്സല്ലെങ്കിൽ എങ്ങനെയാ? എന്ത് ചെയ്യണമെങ്കിലും എന്തെങ്കിലും ഒരു നേട്ടം അപ്പുറത്ത് വേണം. അതെ, എനിക്ക് ആർത്തിയാ. അതിനിപ്പോ എന്താ കുഴപ്പം? ഒരു മത്സരം ഇല്ലാതെ തന്നെ ആ മാല എനിക്ക് തരായിരുന്നല്ലോ. ഒന്നുമില്ലെങ്കിലും മൂത്ത മരുമോൾ എന്ന സ്ഥാനമില്ലേ എനിക്ക്?
ഇത്രയും നാളും കുറെ ത്യാഗം സഹിച്ചതല്ലേ, അതൊക്കെ ആരെങ്കിലും ഓർത്തോ? അതുകൊണ്ടേ ആരും കൂടുതൽ സംസാരിക്കണ്ട. എന്താ അത്? ജോലി ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായി ചെയ്യുക. അതിനിടയിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അയാൾ തോറ്റതായിട്ട് എനിക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. ആ മാല പ്രിയങ്കയ്ക്ക് കൊടുക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ കൊടുക്കണ്ട. ഈ മത്സരത്തിലെ ഞാനേ ജയിക്കും. ഇല്ല പിന്നെ ആറങ്ങോട്ട്. നിന്റെ മുറിയുടെ മുന്നില് 4-5 ചെരുപ്പുകൾ കിടക്കുന്ന കണ്ടല്ലോ. ഉർവശി, നീ അത് ഉപയോഗിക്കാത്തതാണ്. ഇപ്പൊ അങ്ങനെ ഉപയോഗിക്കാറില്ലമ്മേ. ആകെ പൊടി പിടിച്ചു കിടക്കുക. കൽപ്പനയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൃത്തിയാക്കുന്ന കൂട്ടത്തില് അതുകൂടി ഒന്ന് വൃത്തിയാക്കാൻ. കൽപ്പനയോട് വീട്ടുജോലികൾ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അടിമപ്പണി ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ആ ചെരുപ്പുകൾ അവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ വൃത്തിയാക്കി വെക്കണം. ഒരു 10 മിനിറ്റിനകം. മനസ്സിലായോ ഉർവശിക്ക്? മനസ്സിലായെന്നേ. എങ്കിലും ഞാൻ അവളെ കൊടുത്ത് ചിരിച്ചേ. അതെ, ഉർവശി അവിടെ നിന്ന് നിന്നേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ ഉറക്കെ പറയാൻ. അല്ലാതെ ചുണ്ടിന് താഴെ വച്ച് സംസാരിച്ചാലേ അത് ചിലപ്പോ നീ എന്നെ ചീത്ത വിളിച്ചതാണെന്ന് ഞാൻ ചിലപ്പോ കരുതിയാലോ. അയ്യ അമ്മ ഞാൻ ചീത്ത വിളിക്കാനോ? ഓ, ഇപ്പൊ എനിക്ക് സമാധാനമായി. ദൈവത്തിനെ വിളിച്ചതായിരിക്കും. ആ സ്റ്റെപ്പിലെ എന്തോ കറയുണ്ടെന്ന് ചെറിയമ്മ പറഞ്ഞു. അതൊന്ന് തുടയ്ക്കാനാ. എന്ത് നല്ല പെൺകുട്ടിയാടാ സൂര്യ നിന്റെ ഭാര്യ. ഇവരെയൊക്കെ നന്നാക്കി എടുക്കാൻ മുത്തശ്ശിടാഭരണങ്ങൾ കുറേ ചെലവാകും. എടാ വരണേ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. എങ്ങോട്ടേക്കാ? ദൂരേക്കൊന്നുമല്ലടാ, ഇവിടെ തന്നെ കുറച്ച് നടക്കാൻ. സ്വാതന്ത്ര്യം കിട്ടിയതല്ലടാ, കാലിനും കൊതിയുണ്ടാവും ഒന്ന് അനങ്ങാൻ. നീ കണ്ടോടാ മോനെ, നിന്റെ ഏട്ടത്തി പഠിക്കുന്നേ. വേറൊരുത്തിയും കൂടി അടുക്കളയിലുണ്ട്. അവിടെ നല്ല പണിയെ. പക്ഷേ ഇതുകൊണ്ടൊക്കെ എനിക്കെന്താ കാര്യം? രാധിക എങ്ങനെ ഇങ്ങോട്ട് വരുന്നേ? അതൊക്കെ വരും, നീ തിരക്ക് പിടിക്കാതെ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. നീ വന്നേ, ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ കൂടി ഇപ്പൊ എന്തോ ചെയ്യാനാ? മുത്തശ്ശിയുടെ ഓരോ മത്സരങ്ങൾ നല്ല പാട്ടോ ഡാൻസോ എല്ലാം ആയിരുന്നെങ്കിൽ തേട്ടത്തെ ഞാൻ നിസ്സാരമായിട്ട് തോൽപ്പിച്ചേനാ. ഇതൊരുമാതിരി അടുക്കളപ്പണി.
ഇതിങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? എനിക്കെല്ലാം കൂടെ എടുത്ത് വെക്കാൻ പറ്റണ്ടേ? വീഡിയോ ചെയ്യുന്നവർക്ക് എല്ലാം എളുപ്പമാണ്. ഹലോ പ്രിയ. ആ അതെ, ഇന്നലെ ഇവിടെ ചേച്ചി വന്നു നിന്നപ്പോ 1-2 വിഭവങ്ങൾ ഉണ്ടാക്കിയില്ലേ, അതൊക്കെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാമോ? രാധികയാ കോളില്. എന്തിനാ അത്? അത് ചേച്ചി എന്തിനാ അറിയുന്നേ? ഒരു കാര്യം ചോദിച്ച സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ. ആ അല്ല, ഏത് കറിയാണ് നീ ഉദ്ദേശിക്കുന്നത്? കറിയുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ തന്നെ കറിക്ക് എന്തിനാ ഇപ്പൊ പ്രത്യേകിച്ച് പേരൊക്കെ? ഞാനിവിടെ കുറെ പച്ചക്കറികൾ വെട്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് 1-2 കറി ഉണ്ടാക്കണം. അതിനുള്ള മാർഗം എന്താന്നാ ഞാൻ ചോദിക്കുന്നത്. സാമ്പാർ വെച്ചാ മതിയോ? സാമ്പാറൊക്കെ നാട്ടിൽ കിട്ടാത്താണോ? ആ ഒന്നും വേണ്ട, സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണം. ശരി, നീ എന്തൊക്കെ പച്ചക്കറി അരിഞ്ഞു വെച്ചിരിക്കുന്നേ? ആ അത് പിന്നെ എന്താ, തക്കാളി ഉണ്ട്, പിന്നെ വെണ്ടയ്ക്കുണ്ട്, പിന്നെ നീളത്തിലുള്ള ഒരു പച്ചക്കറി ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? മുരിങ്ങയ്ക്കാണോ? ഓ മുരിങ്ങയ്ക്കൊന്നും അല്ല, ഒരുമാതിരി ഒലക്ക പോലെ ഇരിക്കുന്ന ഒരു സാധനം. പടവലങ്ങയാണോ? ആ പടവലങ്ങയെങ്കിൽ പടവലങ്ങ. ഇതൊക്കെ എത്രയാ വാരിയിടേണ്ടത്? എത്ര മുളകിടണം? എത്ര ഉപ്പിടണം? ആയിക്കൊന്ന് പറഞ്ഞെന്നാ മതി. ഇപ്പൊ പറയും. അല്ല, അങ്ങനെ പറഞ്ഞെന്നാ നിനക്ക് മനസ്സിലാവോ? ഇയാള് വലിയ ശാസ്ത്രജ്ഞയൊന്നും ആവണ്ട, ചോദിച്ചതിന് അങ്ങ് ഉത്തരം പറഞ്ഞാ മതി. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറ. ഇതെന്താ ഇത്ര കാണിക്കാനുള്ളത്? രാധിക കൃത്യമായിട്ടും പറഞ്ഞു കൊടുക്കും. പ്രിയങ്ക അത് നന്നായിട്ട് പാചകം ചെയ്യുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒന്ന് പോടാ പൊട്ട. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിലേ പാചക പുസ്തകം വാങ്ങിച്ചു വായിച്ച് അതങ്ങ് ചെയ്താ പോരെ? എല്ലാവരും മികച്ച പാചകക്കാരാവുമല്ലോ. എടാ, കൈപുണ്യം എന്ന് പറയുന്നതേ അങ്ങനെ കിട്ടുന്ന ഒന്നല്ല. അത് രാധിക മോൾ കൊണ്ട് പ്രിയങ്കയ്ക്ക് ഒട്ടുമില്ല. ഇപ്പൊ ഈ കണ്ടതേ ഒരു തുടക്കം മാത്രം. ഞാൻ ഈ കൊടുത്ത ടാസ്ക് തീരുന്നതിന് മുമ്പ് പ്രിയങ്കയായിട്ട് രാധികയെ ഇവിടെ വിളിച്ചു വരുത്തി നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നീ ബെറ്റ് വയ്ക്കുന്നുണ്ടോടാ? എടാ, നിന്നോട് മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തി തന്നിരിക്കും. നീ എന്റെ ഫ്രണ്ട് അല്ലേടാ? എന്തായാലും പെട്ടെന്നാവട്ടെ മുത്തശ്ശി. അതെ, എനിക്ക് അയാളോട് വന്നേ പറ്റൂ. തരൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങള് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു സർ. സാറിന് ആർക്കും അറിഞ്ഞിടാത്തെ. പ്ലീസ് കം. ഇരിക്കു സർ. എന്താ കുടിക്കാൻ എടുക്കണ്ടേ? ഒന്നും വേണ്ട, ഞങ്ങളിപ്പോ വഴിക്ക് വെച്ചൊരു കരിക്ക് കുടിച്ചു, അത് തന്നെ ധാരാളം. ശ്യാമ മേഡം ഇരിക്കു സർ, ഞാൻ വിളിക്കാം. ശരി. എന്നാലും സാർ,
നമ്മുടെ ഹീറോയും ശ്യാമ മേഡവും തമ്മിലുള്ള സാമ്യം വല്ലാത്തൊരു അമ്പരത്താണ്. സത്യം പറയാലോ, അവരുടെ സാദൃശ്യം വെച്ച് ഞാൻ ചില കഥയൊക്കെ മെനഞ്ഞിട്ടുണ്ട്. എടോ, കഥാകൃത്തുക്കൾക്കൊരു സാധ്യത കിട്ടിയാൽ അതുപയോഗിക്കും. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ശ്യാമ മേഡം വെറും ഒരു സെലിബ്രിറ്റി അല്ല. ഇതുവരെ ഒരു ഗോസിപ്പിലും പെട്ടിട്ടില്ല. ഒരാളും അവരെക്കുറിച്ച് ഒരു മോശം വാക്ക് സംസാരിച്ചിട്ടുമില്ല. ടോട്ടൽ ഫിലിം ഇൻഡസ്ട്രിയിൽ നന്മയുടെ ഒരു പ്രതീകത്തിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്വരത്തിൽ പറയാനുള്ള ആളാണ് ശ്യാമ മേഡം. അതുകൊണ്ട് തൽക്കാലം താൻ മെനഞ്ഞുണ്ടാക്കിയ കഥ അവിടെ ഇരിക്കട്ടെ. ശ്യാമമേടവും രാധികയും തമ്മിലുള്ള സാമ്യം ഇപ്പോ തൽക്കാലം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഓക്കെ? ഓക്കെ സാർ, ഞാൻ എന്റെ ശീലം കൊണ്ടെന്ന് പറഞ്ഞു പോയതാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. കഴിവുള്ള രണ്ടുപേർ. രണ്ടുപേരെയും നമുക്ക് ആവശ്യമുണ്ട്. നമസ്കാരം മേഡം. ഗുഡ് മോർണിംഗ്. ശരി. ഇന്ദ്രജിത്ത് ഈ വഴി വരുമെന്ന് ഞാൻ കരുതിയില്ല. വരുന്നത് കൊണ്ടെന്താ? ശ്യാമ മേഡത്തിന്റെ മുന്നിലേക്കല്ലേ? അല്ല, താനിപ്പോ വളരെ ഉയരത്തിലല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. എത്ര ഉയരത്തിലായാലും ശ്യാമ മേഡത്തിന്റെ മുന്നിൽ വന്ന് ശിരസ് കുനിക്കുന്നത് ഐശ്വര്യമാണ്. പിന്നെ മേഡം, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നതിൽ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. എന്താണ്? കഴിഞ്ഞ 1-2 പടങ്ങളിൽ ശ്യാമ മേഡം അവസാന നിമിഷം പാടണ്ടെന്ന് തീരുമാനിച്ചു. സുഖമില്ലാതെ എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അത് കേട്ടപ്പോൾ മുതൽ ഞങ്ങൾക്കൊരു ടെൻഷൻ. ഒരു കാരണവശാലും ഈ സിനിമയിലെ പാട്ട് ഒഴിവാക്കരുത്. അതൊന്ന് റിക്വസ്റ്റ് ചെയ്യാനാ ഞങ്ങൾ നേരിട്ട് വന്നത്. ഇത് ഞാൻ ഒരിക്കലും ഒഴിവാക്കില്ല. എന്റെ തൊണ്ടയിൽ ശബ്ദമുണ്ടെങ്കിൽ നിങ്ങളുടെ പാട്ട് ഞാൻ പാടിയിരിക്കും. അതെന്റെ ഒരു നിയോഗമായിട്ടാണ് ഞാൻ കൂട്ടിയിരിക്കുന്നത്. ഇതിലും വലിയൊരു വാക്ക് ഞങ്ങൾക്ക് കേൾക്കാനില്ല മേഡം. എങ്കിൽ പിന്നെ ഞങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. മ്യൂസിക് ഡയറക്ടറോട് കാര്യങ്ങളൊന്ന് നേരത്തെ പറയാൻ പറഞ്ഞാൽ മതി. എനിവേ, പടം മികച്ച വിജയമാവട്ടെ. ഇനിയും ഉയർച്ചയിൽ എത്താൻ കഴിയട്ടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും. ശരി മേഡം. ശരി. എടുത്തു. ശരി, ഇറങ്ങട്ടെ. ശരി. എടുത്തേ. അങ്ങനെ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി പാടാൻ പോവാ. ഇതിലും വലിയ ഭാഗ്യം എന്താണുള്ളതല്ലേ? ഒരുപാട് കാലം ഭാഗ്യക്കേടിനെ കുറിച്ച് പറഞ്ഞു കരഞ്ഞതല്ലേ. എല്ലാ കടവും തീർത്ത് ദൈവം തരുന്നതായിരിക്കും. കൈ നീട്ടി വാങ്ങിച്ചോ. ശരിയാണ്, എല്ലാം ഭാഗ്യമാണ്. എന്റെ സങ്കടങ്ങൾ ഒരുക്കി ഒരുക്കി അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സൗഭാഗ്യങ്ങള് അവളത് ആസ്വദിക്കട്ടെ. അമ്മേ, എങ്ങനെ പോകുന്നു കുടുംബത്തിനകത്തെ മത്സരം? മരുമക്കള് രണ്ടുപേരും നല്ല വാശിയില്ല അല്ലേ പത്മിനി? സത്യത്തിൽ ഇങ്ങനെയൊരു മത്സരത്തിന്റെ കാര്യം അമ്മ പറഞ്ഞപ്പോ എനിക്കൊട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടുപേരുടെ ആത്മാർത്ഥത കണ്ട അതിശയിച്ചു പോവും. കോടിക്കണക്കിന് വിലയുള്ള മാല സമ്മാനമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ ഗൗരവം അവര് കാണിക്കാതിരിക്കോ? ആയുഷ്കാലം ഈ മത്സരം നിലനിർത്താൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെന്ന് തോന്നുന്നു. ഈ അസൂയയും കുശുമ്പൊക്കെ അവസാനിപ്പിച്ച് ഇവര് മനുഷ്യരെ പോലെ ജീവിക്കാൻ തുടങ്ങുമല്ലോ. മത്സരാർത്ഥികളിൽ ഒരാൾ വന്നല്ലോ, മറ്റൊരാളെയും കൂടി വിളിക്കേ. ഞാൻ
പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മുത്തശ്ശി. എത്ര ചെയ്തിട്ട് ഒരു തൃപ്തി വരുന്നില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യുമായിരുന്നു. അതിന്റെ റിസൾട്ട് ഞങ്ങളൊക്കെ കഴിച്ചു നോക്കിയിട്ട് പറയാം. ഏതായാലും രണ്ടാളും വന്ന സ്ഥിതിക്ക് ഇന്നത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം. ഞാനും പത്മിനിയും പരമേശ്വരനും വീട് മുഴുവനും നടന്നു കണ്ടു. ഇന്ന് ക്ലീനിങ് ജോലികൾ മുഴുവനും ചെയ്തത് കൽപ്പനയാണല്ലോ. എന്തെങ്കിലും പിഴവുണ്ടോ അമ്മേ? ഒരു പിഴവുമില്ല. നല്ലൊരു കുടുംബിനി വീട് എങ്ങനെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അങ്ങനെയൊക്കെ കൽപ്പന മോൾ ചെയ്തിട്ടുണ്ട്.